ഹൃദിസ്ഥമാക്കുവാൻ നമ്മൾ നോട്ട്സ് എഴുതുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. പ്രത്യേക കുഞ്ഞുങ്ങൾ നമ്മുടെ മധ്യം ഉണ്ടല്ലോ, ജോഷുവയും നോയലും ഒക്കെ നോട്ട്സ് എഴുതിയെടുക്കുന്നത് അനുഗ്രഹമായിരിക്കും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് സ്ഥാപിച്ചാനോടോ അല്ലെങ്കിൽ ദേവദാസന്മാരോട് ചോദിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും. പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. ദൈവം സഹായിക്കട്ടെ. ശുശ്രൂഷയ്ക്കായി ദേവദാസനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാമം മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ രാത്രി സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ഇല്ലെങ്കിൽ കർത്താവിന്റെ വചനം പഠിക്കുവാൻ ഒരു അവസരം കൂടെ ഭൂമി നമുക്ക് തന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അനേക കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കർത്താവ് ഇടവരുത്തി. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഈ സ്നാനപ്പെടുന്നത് എന്തിനാണ് എന്ന് നമ്മൾ ഒന്ന് അറിയേണ്ടത് ആവശ്യമാണ്. സ്നാനപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമുക്കറിയാം, പല സ്നാനങ്ങൾ പല സഭകളിൽ നടക്കാറുണ്ട്. എല്ലാ സഭകൾക്കും സ്നാനം, ഒട്ടുമുക്കാലും സഭകളിലെ സ്നാനം നടത്തുന്നുണ്ട്. നമുക്കറിയാം, ക്രിസ്തീയ സഭകളിലൊക്കെ സ്നാനത്തിൻ്റെ ആവശ്യകതയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരുപാട് ഡിനോമിനേഷൻ ദൈവസഭകൾക്കുണ്ട്. ഒന്ന് ബ്രദറൻ സഭ, ബാപ്റ്റിസ്റ്റ് സഭ, പെന്തിക്കോസ്ത് സഭ. ഇവർക്ക് വിശ്വാസത്തിന് ശേഷമുള്ള സ്നാനമാണ് അവര് എടുക്കുന്നത്. വിശ്വസിച്ചതിന് ശേഷമുള്ള സ്നാനം. എപ്പിസ്കോപ്പൽ സഭയ്ക്കാണെങ്കിൽ ശിശുസ്നാനം, അവർ ശിശുസ്നാനമാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തും. അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. അങ്ങനെ സ്നാനപ്പെടുത്തുന്ന ഗ്രൂപ്പുകളുണ്ട്. ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. രക്ഷയ്ക്ക് സ്നാനം ആവശ്യമെന്ന് അവർ പഠിപ്പിക്കുന്നുണ്ട്. സാൽവേഷൻ ആർമി എന്നൊരു ഗ്രൂപ്പുണ്ട്. അവർ കൊടുക്കീഴ് സ്നാനപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അൾട്രാ ഡിസ്പെൻസേഷനിസ്റ്റുകൾ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. സ്നാനം ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ, അപ്പോസ്റ്റോലിക് പെന്തിക്കോസ്റ്റ് ചർച്ച്, യുണൈറ്റഡ് പെന്തിക്കോസ്റ്റ്, ജീസസ് നെയിം ചർച്ച് എന്നൊക്കെ പറയുന്ന ചർച്ചുകളുണ്ട്. അവർക്ക് യേശുവിന്റെ നാമത്തിൽ മാത്രം സ്നാനം കഴിപ്പിക്കുന്ന ഒരു രീതിയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോ എല്ലാ സഭകളും എന്നാൽ നമ്മൾ കൂടുന്ന, ഇല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന പെന്തിക്കോസ്റ്റ് ഇല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റ് ബ്രദറൻ ചർച്ചുകളിൽ വിശ്വസിച്ചതിന് ശേഷമാണ് സ്നാനം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. മാനസാന്തരം ആദ്യമായിട്ട് സ്നാനത്തിന് മുമ്പ് നടക്കേണ്ട ഒരു പ്രക്രിയയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാരുമല്ല പറഞ്ഞത്, ഇത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്യമാണ്. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഇപ്പൊ മാനസാന്തരം എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ അത്യാവശ്യമായി വേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ചിരിക്കണം. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമുക്കത് പറയാം. നമുക്കറിയാം, മാനസാന്തരം എന്ന് പറയുന്നത്, ലൂക്കോസിന്റെ മാനസാന്തരം എന്ന് പറയുന്ന ആ കാര്യം ഓൾഡ് ടെസ്റ്റ്മെന്റില് ഒരു പ്രാവശ്യം മാത്രം പറയുമ്പോൾ, 39 പുസ്തകത്തിനകത്ത് ഒരു പ്രാവശ്യം മാത്രമാണ് മാനസാന്തരത്തെ കുറിച്ച് പറയുവാൻ ഇടയാക്കുന്നത്. അത് സങ്കീർത്തനങ്ങൾ 55-ന്റെ 19-ാമത്തെ വാക്കിലാണ് മാനസാന്തരം. ഇല്ലെങ്കിൽ അതിന് തത്തുല്യമായ ചില വാക്കുകൾ പഴയ നിയമത്തിലുള്ളപ്പോൾ പുതിയ നിയമത്തിൽ ആഗമനം നമുക്ക് കാണുന്ന ഒരു വാക്കാണ് മാനസാന്തരം എന്ന് പറയുന്നത്. എന്താണ് മാനസാന്തരം? നമുക്കറിയാം, പുതിയ നിയമം തുടങ്ങുന്നത് തന്നെ യോഹന്നാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു കാര്യമാണ്. 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യങ്ങൾ: തങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. സ്നാനമേൽക്കുവാനായി
പരീശന്മാരിലും സദൂക്യരിലും ചിലർ വരുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവിൻ. ഒന്നാമത്തെ കാര്യം, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവിൻ. നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാര്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അപ്പോ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണമെങ്കിൽ നാം മാനസാന്തരപ്പെടണം. എന്താ ഈ മാനസാന്തരം എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, 39 പുസ്തകം പഴയ നിയമത്തില് ഉള്ള പുസ്തകത്തിൽ മാനസാന്തരം എന്ന വാക്ക് ഒരു പ്രാവശ്യം പറഞ്ഞിരിക്കുന്നിടത്ത്, എന്നാൽ തത്തുല്യമായ അനേക അനുതാപം എന്നൊക്കെയുള്ള വാക്കുകളുണ്ട്. എന്നാൽ മാനസാന്തരം എന്ന വാക്ക് ഒരൊറ്റയിടത്ത് മാത്രമേ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയത്തുള്ളൂ. അത് 55-ാം സങ്കീർത്തനം 19-ാം വാക്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു. 55-ാമത്തെ സങ്കീർത്തനം അതിന്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ് അവിടെ പറയുന്നു: ദൈവം എന്റെ പ്രാർത്ഥന കേട്ട് അവരെ പീഡിപ്പിക്കും. പുരാതനമേ, സിംഹാസനായവൻ തന്നെ. അവർക്ക് മാനസാന്തരമില്ല, അവർ ദൈവത്തെ ഭയപ്പെടുന്നുമില്ല. അപ്പൊ മാനസാന്തരം ഇല്ലാത്തവൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. നമ്മള് സ്നാനത്തെ കുറിച്ചുള്ള ക്ലാസ് ആണ്. പക്ഷേ സ്നാനത്തിന് മുമ്പ് ദൈവമക്കളുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ് എന്താണ്? മാനസാന്തരം. 3-4 കാര്യങ്ങള് സ്നാനത്തിന് മുമ്പ് നടക്കണം. 1, മാനസാന്തരം. 2, രക്ഷിക്കപ്പെടണം. 3, പുതിയതായി ജനിക്കണം. അതായത് നമുക്കറിയാം, ആദ്യമേ നടക്കേണ്ട ഒരു കാര്യമാണ് മാനസാന്തരം. മാനസാന്തരം എന്നാൽ നമുക്കറിയാം, കേവലം മനസ്സിനുണ്ടാകുന്ന ഒരു ചേഞ്ച് മാത്രമല്ല. ലോകത്ത് അനേകർക്ക് മനസ്സിന് ചേഞ്ചസ് ഉണ്ടാകാം, അല്ലേ? ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾ ഉണ്ടാകുന്ന മാറ്റമോ ഇല്ലെങ്കിൽ വിശ്വാസപരമായ ഒരു വിഷയങ്ങളെ സംഭവിക്കുന്ന മാറ്റമോ അല്ല മാനസാന്തരം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു വ്യക്തി ചെയ്തു വന്ന പാപത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ ഒരു മാനസാന്തരം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തി ചെയ്തു വന്ന പാപത്തിൽ നിന്ന് എന്ത് ചെയ്യണം? മാറുന്ന ആ വ്യക്തിയുടെ ആ ആളത്വത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ ആ പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് മാറുന്ന ഒരു അനുഭവമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഒരാൾ മാനസാന്തരപ്പെട്ടു, ഇല്ലെങ്കിൽ ദൈവത്തിനെ സമർപ്പിക്കപ്പെട്ടു എന്നും പറഞ്ഞ് ആ ആള് ഇല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടത് കൊണ്ട് ആ ആൾ എന്ത് ചെയ്തു? ദൈവസേനയിൽ കടന്നു വരുന്നില്ല. എന്നാൽ മാനസാന്തരപ്പെട്ടൊരു വ്യക്തി തൻ്റെ പാപ വഴികളിൽ നിന്ന് മാറി ചിന്തിച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആ മാനസാന്തരപ്പെട്ടത് മാത്രമല്ല, ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരണം. ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്ന അത് ഒരു വാക്കുകൊണ്ട് മാത്രമല്ല, ചിന്തകളിൽ മാത്രമല്ല, മുഴു ആളത്വത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് മാനസാന്തരം. നമുക്കറിയാം, ഈ പലരും ഈ സ്നാനപ്പെട്ട് ഇല്ലെങ്കിൽ ദൈവസഭയോട് ചേരുവാൻ രക്ഷിക്കപ്പെട്ടവരാണ് ദൈവസഭയോട് ദിനം പ്രതി ചേരുന്നതെന്ന് നമുക്ക് കാണുവാൻ, അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നാൽ അതിനു മുമ്പായി ഞാൻ 1-2 കാര്യങ്ങളോ നിങ്ങളോട് പറയട്ടെ. കാരണം ഒരു ദൈവസഭ, അതായത് കർത്താവായ യേശുക്രിസ്തുവാണ് ദൈവസഭ സ്ഥാപിച്ചത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തില് ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന ഒരു ഭാവികാല പ്രഖ്യാപനം ഇല്ലെങ്കിൽ പ്രയോഗമാണ് അവിടെ കാണും. ഞാൻ എൻ്റെ സഭയെ പണിയും. ആകയാൽ അതുവരെ സഭയെ പണിയപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 47-ാമത്തെ വാക്യം പറയുന്നു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് വരുന്നു. അപ്പോ ആ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്ന ഇല്ലെങ്കിൽ സഭയോട് രക്ഷിക്കപ്പെട്ടവർ, തൃപ്പത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ആരോഹണം ചെയ്ത് കാത്തിരുന്ന് പ്രാർത്ഥിച്ച ശിഷ്യന്മാരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന ആ പെന്തിക്കോസ്തു നാളിലാണ് പുതിയ നിയമസഭയുണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത് പുതിയ നിയമസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാന പുതിയ നിയമസഭയുടെ സ്ഥാപന ദിനമായ പെന്തിക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ വലിയ കാര്യങ്ങളെ പ്രസ്താവിക്കുന്ന ആ മാളിക മുറിയിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 14-ാമത്തെ വാക്യങ്ങൾ വിവരിക്കുന്നു. സഹോദരന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ശ്രോതാക്കൾ ഉയരുന്നു. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്.
മനസ്സിലായോ? അപ്പോ ആ ചോദ്യത്തിന് പത്രോസ് നൽകുന്ന ഒരു മറുപടിയാണ്, തങ്ങൾ പണ്ട് ആചരിച്ചതുപോലെ അല്ല പിന്നെയോ. അപ്പോസ്തലർ 2-ാം അധ്യായം 38-ാമത്തെ വാക്യം, ഞാൻ മാനസാന്തരത്തിലേക്ക് കടന്നു വരാം. 2-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യത്തില് പത്രോസ് പറയും, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കാണുവാൻ കഴിയും. അതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. 2:14. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, യഹൂദന്മാരും യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായി നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. എന്നിട്ട് അതിന്റെ 30 താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു 37-ാമത്തെ വാക്യം നമുക്ക് കാണുന്നത്. നമുക്കൊന്ന് വായിക്കാം. 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38. പത്രോസ് അവരോട്, നിങ്ങൾ ഓരോരുത്തൻ പാപത്തിന്റെ മോചനത്തിനായി മാനസാന്തരപ്പെടണം. അപ്പോ എന്തിനാണ് മാനസാന്തരപ്പെടുന്നത്? പാപത്തിന്റെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലേ. മറ്റനേകം വാക്കുകളാലും അവർ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. അപ്പോ ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. ആ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേരായിരുന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥനയിൽ ജാഗരിച്ചു പോകുന്നു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പൗലോസ് അവിടെ, അല്ലെങ്കിൽ പത്രോസ് അവിടെ പറയുകയാണ്. എന്താ പറയുന്നത്? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിക്കണം. മനസ്സിലായോ? അതിനു മുമ്പ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, കർത്താവായ യേശുക്രിസ്തു ഈ ലോകം വിട്ട് കടന്നു പോകുന്നതിന് മുമ്പ് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, കർത്താവ് തന്നിരിക്കുന്ന ഒരു വലിയ നിയോഗമാണ്. എന്താ? പിന്നെ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേരും. അപ്പോ സഭയിൽ അംഗത്വം എടുത്തത് കൊണ്ട് കാര്യമില്ല, സഭയിൽ വന്നത് കൊണ്ട് കാര്യമില്ല. ഈ 7 അടിസ്ഥാന ഉപദേശം എന്തൊക്കെയാ? മാനസാന്തരം, ജലസ്നാനം, പരിശുദ്ധാത്മാ സ്നാനം, വിശുദ്ധ ജീവിതം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിക്കുക, അപ്പം നുറുക്കുക, പ്രാർത്ഥന കഴിച്ചു പോവുക. ഈ 7 അടിസ്ഥാനമുള്ള ഏത് സഭയിൽ നിങ്ങൾക്ക് പോകാം. ഈ 7 അടിസ്ഥാന ഉപദേശത്തിൽ നിലനിൽക്കുന്ന ഏത് സഭയിലും നിങ്ങൾക്ക് പോകാം. അപ്പൊ സഭയുടെ ഇല്ലെങ്കിൽ അത് തന്നെയല്ല, 119-ാം സങ്കീർത്തനം 4-ാം വാക്യം പറയുന്നു, നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് അവയെ എനിക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നു. ഇത് കൃത്യമായി ആചരിക്കാൻ വേണ്ടിയാ. മനസ്സിലായോ? അപ്പോ ഈ 7 അടിസ്ഥാന ഉപദേശങ്ങളാൽ അപ്പോ ഒരു ദൈവ പൈതലിന് സ്നാനപ്പെടുന്നതിന് മുമ്പായി ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്താണ്? മാനസാന്തരം എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് തന്നെ പറഞ്ഞു, അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുന്നു. നോക്കിക്കോണേ, മാനസാന്തരം എന്താണെന്ന് ഞാൻ പറയുകയുണ്ടായി. കേവലം മനസ്സില് ഇല്ലെങ്കിൽ ജീവിതത്തിലെ ഇച്ഛയും വികാരവും ബുദ്ധിയും തീരുമാനശക്തി, സ്വഭാവ രൂപീകരണം എന്നിവയുടെ ആസ്ഥാനമായ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഉണ്ടാകുന്ന രൂപാന്തരമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ പാപത്തിൽ നിന്ന്, നടന്ന വഴിയിൽ നിന്ന് ഒരു യൂടേൺ എടുത്ത് ദൈവത്തിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനസ്സിലായോ? അല്ലാതെ നാം സ്നാനപ്പെട്ടാൽ, ഇപ്പൊ അനേകർക്ക് പറ്റിയ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാനസാന്തരമില്ലാതെ
സ്നാനപ്പെടും. കുഞ്ഞുങ്ങളൊക്കെ വിശേഷാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ അധികം പാപങ്ങളൊന്നും ചെയ്യാത്ത കുഞ്ഞുങ്ങളാ, അല്ലേ? എന്നാൽ ഈ പണ്ട് കാലത്ത് നിങ്ങൾ പാപം ചെയ്തില്ല എന്നല്ല, അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തത് അതൊരു പാവമാണ് കേട്ടോ. ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു പാവമാണ്. അനുസരണം, സമർപ്പണം, അതൊക്കെ മാതാപിതാക്കളുടെ നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയായി എല്ലാം പറയുന്നത്. നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് ആ രീതിയിൽ ഞാൻ പറയുന്നത്, മനസ്സിലായോ? അല്ലാതെ ആരെങ്കിലും ഇതിന്റെ നടുവിൽ സ്നാനത്തിന് വേണ്ടി എനിക്ക് സമർപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ കടന്നു വന്ന കുഞ്ഞുങ്ങൾ ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഞാൻ പറഞ്ഞത്, ഇതുവരെ നടന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു യൂട്ടേൺ. നമുക്കറിയാം, നമ്മളൊരു ഇവിടെ നിന്നൊരു യാത്ര ചെയ്യുമ്പോൾ നാം ഒരു വൺ വേ കൂടെ പോകുന്നത്. കുറേ ദൂരം കടന്നു വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് മനസ്സിലായി ഇതൊരു വൺ വേ ആണെന്ന്. നമ്മൾ എന്ത് ചെയ്യും? അവിടെ നേരെ അങ്ങ് പോവോ? നേരെ പോയാൽ തിരിച്ചു വരുന്ന വണ്ടി ഇടിച്ച് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും, ഇല്ലെങ്കിൽ പോലീസുകാർ പിടിക്കും. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് തെറ്റ് മനസ്സിലായെന്ന് മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യും? അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? കാർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു യൂട്ടേൺ എടുക്കും, ഇല്ലേ? ഒരു കംപ്ലീറ്റ് യൂട്ടേൺ എടുത്ത് എന്ത് ചെയ്യും? നമ്മൾ തിരിച്ചു വരും. അതാണ് ജീവിതത്തിലുണ്ടാകുന്ന. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം പറയുന്നു, ദൈവിക ജീവിതത്തിൽ നിന്ന് അകന്നുപോയ പാപ മനുഷ്യന്റെ മനസ്സ് തഴമ്പിച്ചതും ഹൃദയം കഠിനപ്പെട്ടതുമാണ്. ഒന്ന് വായിച്ച് 4-ാം അധ്യായം, എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് നോക്കിക്കോണേ. ദൈവിക ജീവനത്തിൽ നിന്ന് അകന്നു പോയ പാപ മനുഷ്യന്റെ മനസ്സ് തഴമ്പിച്ചതും ഹൃദയം കഠിനപ്പെട്ടതുമാണ്. ഇപ്പൊ മാനസാന്തരപ്പെടാത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ഹൃദയം എന്താ? പാപ മനുഷ്യന്റെ ഇല്ലെങ്കിൽ മനസ്സ് തഴമ്പിച്ചതും ഹൃദയം കഠിനപ്പെട്ടതുമാണ്. അതുകൊണ്ട് നമുക്കറിയാം, മനുഷ്യൻ പാപത്തിനായതിനു ശേഷം ഏകദേശം ഒരു 1600 വർഷങ്ങൾക്ക് ശേഷമാ ആ ഹൃദയത്തിന്റെ ഒരു എക്സ്റേ എടുക്കുവാനിടയായി ദൈവം. എക്സ്റേ എടുത്തപ്പോ എന്തെന്നറിയാമോ? അവിടെ കണ്ടത് എന്താണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, അവന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലായ്പ്പോഴും ദോഷമുള്ളെന്ന് യഹോവ കണ്ടു. നോക്കിയേ, മനുഷ്യൻ പാപത്തിൽ നിന്ന് വീണ് അതിനുശേഷം ഏകദേശം ഒരു 1600 വർഷം കഴിഞ്ഞപ്പം നമുക്കറിയാം, ദൈവത്തിന് എക്സ്റേ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഒരു കണ്ണ്, നാം ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു, നമ്മുടെ നടപ്പും നമ്മുടെ കിടപ്പും നമ്മുടെ ആലോചനയും എല്ലാം അറിയുന്ന ദൈവം പറയുകയാണ്, അവന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളും നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് കണ്ടു. തുടർന്ന് ദൈവം ഒരു 1000 വർഷങ്ങൾക്ക് ശേഷം അടുത്ത ഒരു എക്സ്റേ എടുത്തു. ഇത് ഇതിൽ കൂടെ പറയുന്നത് കേട്ടോ. എക്സ്റേ എടുത്തപ്പോ കണ്ടതെന്നറിയാമോ? ജെറമ്യായുടെ പുസ്തകം 17-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, ഹൃദയം എല്ലാറ്റിനേക്കാൾ കപടവും വിഷവും നിറഞ്ഞത് എന്ന് കണ്ടു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നു. നോക്കണേ, ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഓർക്കണം. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ പല ചിന്തകൾ പോകാം, അല്ലേ? ഒരുപാട് ഹൃദയത്തിനകത്ത് അനേക ചിന്തകൾ കൊണ്ട് നടക്കുമ്പോൾ ഹൃദയങ്ങളെ ആരായുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിൽ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഹൃദയം, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ഇരിപ്പ്, നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്തകൾ ഒക്കെ അറിയുന്ന ഒരു ദൈവം. വീണ്ടും കുറെ വർഷങ്ങൾക്ക് ശേഷം അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ സകലത്തെയും അറിയുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യ ഹൃദയത്തിന്റെ എക്സ്റേയുടെ റിപ്പോർട്ട് ലോകത്തിന് വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. അത് എവിടെയാണെന്നറിയാമോ? അത് നമുക്ക് കാണുവാൻ കഴിയുന്നത് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്നേ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്തോ ചെയ്തു? ഏകദേശം 13 കൂട്ടം കറുത്ത പാടുകൾ ആ ഹൃദയത്തിന് കണ്ടു. നോക്കിയേ, 7-ാം അധ്യായം അതിന്റെ
20, 21 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന് വായിച്ച 7-ാമത്തെ 20, 21 വാക്യങ്ങൾ. മനുഷ്യരിൽ നിന്ന് പുറപ്പെടുന്ന അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകന്നു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നുവെന്ന് അവൻ പറഞ്ഞു. ഇതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല. ഇങ്ങനെയുള്ള ചിന്തകളൊന്നും. ഈ 13 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ഇപ്പൊ നമ്മൾ വായിച്ചില്ലേ? അപ്പോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇരിക്കേണ്ട ഹൃദയത്തില് കുടികൊള്ളുന്ന 13 കൂട്ടം, ഇങ്ങനെയുള്ള 13 കൂട്ടം കുടിയേറ്റക്കാർ കടന്നു വന്ന് ഇല്ലെങ്കിൽ മലിനപ്പെട്ട ഒരു 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 മാനുഷിക ഇല്ലെങ്കിൽ മനസ്സ് ഇല്ലെങ്കിൽ ഹൃദയം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏകദേശം 13 കൂട്ടം അനധികൃതമായി കുടിയേറി പാർക്കുന്ന ഈ വാക്കുകളൊക്കെ പണ്ട് മാനസാന്തരത്തെ കുറിച്ച് ഒരുപാട് പ്രസംഗങ്ങളുണ്ടായിരുന്നു. കാലത്ത് നമുക്കറിയാം ഒരുപാട് പ്രസംഗങ്ങൾ മാനസാന്തരത്തെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചൊക്കെ പറയുന്ന അനേക പ്രസംഗങ്ങളുണ്ടായിരുന്നു. മനസ്സിലായോ? അങ്ങനെ പ്രസംഗം കേട്ടാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. നോക്കിക്കോണേ, ഇങ്ങനെയുള്ള 13 കുടിയേറ്റക്കാർ മലിനപ്പെട്ട മനുഷ്യ ഹൃദയത്തിന്റെ മലിനതകളെ മാറ്റുവാൻ മനുഷ്യനിർമ്മിതമായ ഒരു കർമ്മത്തിനും മതിയാകത്തില്ല. നോക്കിക്കോണേ, നമ്മുടെ ഹൃദയത്തെ മാറ്റുവാൻ ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആ പാപങ്ങളെ മാറ്റുവാൻ മനുഷ്യനിർമ്മിതമായി, നമുക്കറിയാം ഹൈന്ദവരാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? അവർക്ക് അവിടെ പോയി പൂജ ചെയ്താൽ മതി. മുസ്ലിങ്ങളാണെങ്കിൽ പാപം പോക്കാൻ എന്ത് ചെയ്യണം? മക്കെ പോയി ഒരു ആടിനെ യാഗം ചെയ്താൽ മതിയായിരുന്നു. പഴയ നിയമകാലത്ത് യാഗമായിരുന്നു പാപത്തിന്റെ പരിഹാരത്തിന്. നമുക്കിതൊന്നും വേണ്ട. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോ ഈ ലോകത്തിലെ ഏത് സമുദ്രത്തിലെ വെള്ളം കൊണ്ടും എത്ര അലക്കുകാരൻ അലപ്പിക്കുക, എത്ര വാഷിംഗ് മെഷീൻ ഇട്ട് അലക്കിയാലും ഈ പാപിയുടെ ഹൃദയം ശുദ്ധമാക്കുവാനൊക്കത്തില്ല. അവിടെ ചെയ്യേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാ പറയുന്നത്, കരിക്കട്ടയുടെ കറുപ്പ് നിറം എത്ര വെള്ളത്തിലിട്ടാലും അത് ഒരിക്കലും അത് മാറത്തില്ല. എന്ത് ചെയ്യും? അത് തിരികെ തീക്കനിലിട്ടാൽ മാത്രമേ അതിന് ഒരു പ്രയോജനമുള്ളൂ. നോക്കണേ, നിങ്ങൾ നോക്കണം, കോള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോള് കണ്ടിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? കോളെന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടോ? അതിന്റെ നിറം എന്തുവാ? കറുപ്പ. കരിക്കട്ട എന്ന് പറയും. ഇല്ലെങ്കിൽ നമ്മൾ വിറകൊക്കെ കത്തിച്ചിട്ട് അതിന്റെ അവസാനം ലഭിക്കുന്ന ഒരു കാര്യമുണ്ട്, കരിക്കട്ട പോലെ ഇരിക്കുമെന്ന് പറയും, ഇല്ലയോ? ആ കരിക്കട്ട നിങ്ങൾ വെള്ളത്തിനകത്തിട്ട് ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്ത് വെളുക്കുവോ? ഒരിക്കലും വെളുക്കത്തില്ല. അപ്പോ മനുഷ്യന്റെ യാതൊരു ഉപാധികൾ കൊണ്ടോ എന്നാ പറയും, ചില ആൾക്കാർ പറയും, ഞങ്ങള് സൽക്കർമ്മം ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഗിഫ്റ്റ് കൊടുക്കുക, ഗിഫ്റ്റ് ഇല്ലെങ്കിൽ എന്തുവരെ പറയുന്നത്, സമ്മാനം കൊടുക്കുക, ഇല്ലെങ്കിൽ ഞങ്ങള് ചില കാര്യങ്ങൾ ഞങ്ങൾ ഇത്ര പേർക്ക് ഇന്നത് ചെയ്തു കൊടുക്കാം, ഞങ്ങൾ വീട് വെച്ചു കൊടുക്കാം. എന്നാൽ അങ്ങനെയൊക്കെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ഹൃദയത്തിന്റെ അഴുക്ക് മാറ്റുവാൻ കഴിയത്തില്ല. അപ്പോഴാണ് പറയുന്നത്, ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. സദൃശവാക്യം 23:26 പറയുന്നു, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക. നോക്കണേ, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ, അത് 1 യോഹന്നാൻ 1:7 നമ്മൾ വായിക്കുന്നു, ഈ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുവാനിടയായി. ഈ ലോകത്തെ ഒരു കർമ്മങ്ങളോ ഒരു ആചാരങ്ങളോ കൊണ്ട് മാറ്റുവാൻ കഴിയാത്ത, നമ്മൾ യോഹന്നാന്റെ ലേഖനം പഠിക്കാൻ പോകുന്നുണ്ട്. ആ 1 യോഹന്നാൻ 1:7 നമ്മൾ വായിക്കുന്നത്, 1:7 വായിച്ചേ. അവിടെ വായിക്കുകയാണ്, അവൻ വെളിച്ചത്തിരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി. ശകലമല്ല, സകല പാപവും പോക്കി. എത്ര വലിയ പാപിയാണെങ്കിൽ പോലും
ദൈവത്തിൻ്റെ മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുവാൻ കഴിയുമെന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് ആ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായം അതിന്റെ 26 വാക്യം പറയുന്നു, കല്ലായ ഹൃദയം മാംസളമായ ഹൃദയം ലഭിക്കുമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. റോമലേഖനം 2:29 നമുക്ക് കാണുവാൻ കഴിയുന്നു, ഹൃദയ പരിച്ഛേദന എന്ന് പറയുന്നുണ്ട്. പൗലോസ് പറയുകയാണ് ഹൃദയ പരിച്ഛേദന. അതുകൊണ്ടാണ് ദൈവത്തിന്റെ മുമ്പാകെ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി, അതായത് നമ്മുടെ ഹൃദയത്തിലെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. നോക്കിയേ, പാപത്തിന്റെ രോഗാണുക്കളിൽ ബാധിതമായ ഒരു ഹൃദ്രോഗിയെ ഓപ്പറേറ്റ് ചെയ്ത് ഒരു പുതിയ ഹൃദയം സൃഷ്ടിക്കുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ നമുക്കറിയാം, ഈ ലോകത്തില് നമുക്കൊരു മുറിവ് പറ്റി, ഇല്ലെങ്കിൽ നമ്മുടെ മുറിവ് കൈ ഒടിഞ്ഞു, ഇല്ലെങ്കിൽ കാലൊടിഞ്ഞു, ഇല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സംഭവിച്ചു, നമുക്കൊരു ഓപ്പറേഷൻ വന്നാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? എന്ത് ചെയ്യും? അനസ്തേഷ്യ കൊടുക്കും, നമ്മളെ മയക്കും, ഇല്ലെങ്കിൽ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കും. പല്ല് പറിക്കാൻ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, പല്ലിന് ലോക്കൽ അനസ്തേഷ്യ കൊടുക്കും, അല്ലേ? എന്നാൽ ഈ കർത്താവിന്, സർവശക്തനായ കർത്താവിന്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരൊറ്റ രോഗിക്ക് പോലും ബോധം കെടുത്തി ഓപ്പറേഷൻ ചെയ്യാറില്ല. പിന്നെ മറിച്ച് അവന് സുബോധം വരുത്തിയിട്ട് മാത്രമേ അവൻ സ്വത്ര ഓപ്പറേഷൻ ചെയ്യത്തുള്ളൂ. അതെങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നത്? ദൈവത്തിന്റെ വചനത്തിൽ കൂടെ. എങ്ങനെ? 3 കാര്യങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയാകും. അതുകൊണ്ടാ ഞാൻ നിങ്ങളോട് ഇപ്പൊ സംസാരിക്കുന്നത് എന്തുകൊണ്ടാ? ഇത് നിങ്ങൾ കേട്ട് അതിനുശേഷം വിശ്വസിച്ച് എന്ത് ചെയ്യണം? നിങ്ങളത് ദൈവത്തിലേക്ക് തിരിയണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. റോമാലേഖനം 10 അധ്യായത്തിന്റെ 17 വാക്യമാണ് എന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. റോമാലേഖനം 10 അധ്യായം 14 വാക്യം. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ഇപ്പം ബോവനങ്ങൾ ബോവൻ പാസ്റ്റർ വിളിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ അത് കേൾക്കാത്തടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിൽ അത് മനസ്സിലാവത്തില്ല. അവിടെ എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. അവിടെ പറയുന്നുണ്ട്, ആകയാൽ വിശ്വാസം കേൾവിയിലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. അപ്പോ ഈ ഹൃദയത്തിന്റെ പരിച്ഛേദന എവിടാ വരുന്നതെന്ന് അറിയാമോ? ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള കേൾവി മൂലമാ. ആ കേൾവി മൂലം എന്ത് ചെയ്യും? 3 കാര്യം സംഭവിക്കും. 1, പാപബോധമുണ്ടാകും, നീതിബോധമുണ്ടാകും, ന്യായവിധി. ഒരു ദിവസം ദൈവവചനം പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു മലിനപ്പെട്ട ഹൃദയത്തെ വെളിയിലെടുത്ത് കുഞ്ഞാടിന്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് ലഭിക്കുന്നതാണ് മാനസാന്തരം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. മനസ്സിലായോ? അതായത് ജീവിതത്തിന്റെ ഹൃദയത്തിലുണ്ടാകുന്ന പാപത്തിന്റെ ചിന്തകളെ, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് ബന്ധവുമായി പോകുവാൻ കഴിയാത്ത വിധം പാപത്തിൽ കൂടെ നടക്കുന്ന പ്രിയപ്പെട്ടവരുടെ മടങ്ങിവരവാണ് എന്ത് ചെയ്യും? ഈ ഇല്ലെങ്കിൽ മാനസാന്തരം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇപ്പോ ഈ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ നമുക്ക് കാണുമ്പോൾ നാം ചിന്തിച്ച പ്രകാരം മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ഒരു വിശ്വാസിയുടെ ഹൃദയം തുടർന്ന് ശൂന്യമായിരിക്കാൻ ഒക്കത്തില്ല. നോക്കിക്കോണേ, നാം മാനസാന്തരപ്പെട്ടിട്ട് അതുപോലെ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്തു? നമുക്കൊരു കാര്യം ചെയ്യാം. നാം ഈ പാർക്കുന്ന നമ്മള് താമസിക്കുന്ന വീട് നമ്മൾ അടിച്ചു വാരി, ഇല്ലെങ്കിൽ നമ്മൾ ബ്രൂമൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ തൂത്തുവാരി കുറെ നാൾ കഴിഞ്ഞ് പിന്നെ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? അവിടെ പൊടി പിടിച്ച് കിടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ജീവിതത്തിൽ, ഇല്ലെങ്കിൽ അങ്ങനെ
ഹൃദയത്തിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് യേശുക്രിസ്തുവിനെ സ്ഥാപിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. മനസ്സിലായോ? അങ്ങനെ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിലെ വീട്, നിങ്ങൾക്ക് നാട്ടിൽ വീടുണ്ടല്ലോ, ആ വീടൊക്കെ അടച്ചിട്ടിട്ട് 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എന്താ കാണുന്നത്? അവിടെ മുഴുവൻ മാറാല ഇല്ലെങ്കിൽ വെബ് കാണും, ചിലപ്പം റാറ്റ് കാണും, ചിലപ്പം പല കാര്യങ്ങളും കാണും, ക്ഷുദ്രജീവികൾ ഇല്ലെങ്കിൽ സ്നേക്ക് കാണും, അങ്ങനെ പല കാര്യങ്ങളും കാണും. ഒരുപാട് വർഷമായിട്ട് അടച്ചിട്ടിരിക്കുന്നത്. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? അത് തൂത്തുവാരും. അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരാളെ നമ്മൾ കെയർ ടേക്കറായിട്ട് അവിടെ വെക്കും. മനസ്സിലായോ? കെയർ ടേക്കറാക്കി എന്തിനാ വെക്കുന്നത്? അത് അടിച്ചുവാരി, എപ്പോഴും അത് അടിച്ചുവാരി. അതുകൊണ്ടാണ് പറയുന്നത് എന്ത് ചെയ്യണം? ഉത്തരവാദിത്തപ്പെട്ട ഒരാളിനെ എന്ത് ചെയ്യണം? അവിടെ ആക്കി വെക്കും. എന്തിനാ? കാരണം ആ ഹൃദയത്തിന്റെ അടിച്ചുവാരി ശുദ്ധീകരിക്കുവാൻ. മത്തായി സുവിശേഷം 12-ാം അധ്യായം 42 മുതൽ 45 വരെ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. ആ ഉപമ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നോക്കിക്കോണേ, മത്തായി 12-ന്റെ 42 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അല്ല 43 മുതലുള്ള വാക്യങ്ങൾ. 43 മുതൽ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ച് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ലതാനും. ഞാൻ പുറപ്പെട്ടു പോന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിൽ ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെ ആകും. ഈ ദുഷ്ട തലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. നോയിക്കോണേ, നമ്മള് കർത്താവായി ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ മാനസാന്തരത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ പാപത്തിന്റെ വഴിയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു വന്നതിന് ശേഷം അവിടെ നമ്മൾ കർത്താവിനെ സ്ഥാപിച്ചില്ല എങ്കിൽ, സത്പാവിനെ ഇരുത്തുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഇവിടെ നമ്മൾ വായിച്ചില്ലയോ? ഈ പോയ പിശാചുക്കളെല്ലാം വെളിയിൽ പോയി നോക്കിയപ്പോ ഉണ്ട് അതിനെക്കാട്ടി നല്ല സ്ഥലം എവിടാ? മനുഷ്യന്റെ ഹൃദയമാണ്. വഴി മുഴുവൻ എല്ലാം അശുദ്ധമാണ്. അന്നേരം അവർ നോക്കുമ്പോ എന്തോ ചെയ്തു? അവര് പുറപ്പെട്ട എന്റെ വീട്ടിലേക്ക് മടങ്ങി വന്ന് എന്ന് അവൻ വന്നപ്പോൾ ഒഴിഞ്ഞതും അടിച്ചു വാരിയതും അലങ്കരിച്ചതുമായ കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട തന്നിലും ദുഷ്ടതയേറിയ പലരെയും കൊണ്ടുവരുവാൻ ഇടയാവും. അതുകൊണ്ടാ പറയുന്നത്, മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി പാപത്തിന്റെ വഴിയിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ആ കർത്താവിനെ പുനഃസൃഷ്ടിക്കുന്നതാ, ഇല്ലെങ്കിൽ കർത്താവിനെ കുടിയിരുത്തുന്നതാ. അതുകൊണ്ടാണ് അവിടെ പറയുന്നു, എഫേസ്യ ലേഖനം 3:17, അവിടെ ക്രിസ്തുവിനെ രാജാവായി വാഴ്ത്തി, അവിടെ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ എന്തായിരിക്കണം? ക്രിസ്തുവിനെ രാജാവായിട്ട് വാഴ്ത്തി അവിടെ വാഴ്ത്തണം, ക്രിസ്തുവിനെ രാജാവായിട്ട് അവിടെ ഇരുത്തണം. പിന്നെ നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നത് പിശാചല്ല. നിങ്ങളൊരു സ്നാനത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾ മാനസാന്തരപ്പെട്ട്, ആ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ സ്നാനത്തിലേക്ക് കടന്നു പോകുവാൻ ഒക്കത്തുള്ളൂ. അതായത് പാപത്തിന്റെ വഴിയിൽ നിന്ന് താൻ മടങ്ങി വന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ അവിടെ ആ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടുവന്ന് കുടിയിരുത്തുന്ന, ഇല്ലെങ്കിൽ നമ്മൾ ഹൃദയത്തിൽ വെച്ച് യേശുക്രിസ്തുവിനെയാണ് ഹൃദയത്തിൽ വെക്കുമ്പോൾ, നമുക്ക് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ഉള്ളപ്പം കുഞ്ഞുങ്ങളെ, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് മാറി നിൽക്കും. നിങ്ങളിപ്പോ സ്കൂളിലായിരിക്കും ഈ ദിവസങ്ങൾ കടന്നു പോകുന്നത്, ഇനി കോളേജിൽ പോകും, ഇതിനെക്കാട്ടി വലിയ ലിബറേഷൻ കിട്ടും നിങ്ങൾക്ക്. സ്കൂളിൽ നിന്ന് വേറൊരു തലത്തിലേക്ക് പോകും. അന്നേരം എന്ത് ചെയ്യും? നമുക്ക് ഒത്തിരി ഫ്രീഡം കിട്ടും, ഒരുപാട് കാര്യം ചെയ്യാനൊക്കെ. മാതാപിതാക്കളില്ല, ഇതൊന്നുമില്ല. പക്ഷെ ദൈവം ഇല്ലെങ്കിൽ ദൈവം വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന് എന്ത് ചെയ്യും? അങ്ങനെയുള്ള അന്നേരം നമ്മൾ ചിന്തിക്കണം, ഞാൻ ക്രിസ്തുവിന്റെ പൈതല, എനിക്ക് എല്ലാ കാര്യത്തിനും പോകുവാൻ കഴിയത്തില്ല, എല്ലാത്തിനും പോലെ സംസാരിക്കുവാൻ കഴിയത്തില്ല, എല്ലാ കാര്യങ്ങളും എല്ലാത്തിനെ പോലെ എനിക്ക് ചിന്തിക്കുവാൻ കഴിയത്തില്ല. മനസ്സിലായോ?
എപ്പോഴും ഇല്ലെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ പഴയത് ചെയ്തതുപോലെ എനിക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. അതാണ് ഈ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ. നമ്മൾ എഫേസ്യ ലേഖനം 3:17 നമ്മൾ വായിച്ചായിരുന്നോ? എഫേസ്യ ലേഖനം 3:17. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും. അപ്പോ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. എവിടാ? പാപം ഏറ്റുപറഞ്ഞ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ക്രിസ്തു വിശ്വാസത്താൽ വസിക്കണം. മാനസാന്തരപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അത് തന്നെയല്ല. അവിടെ കൊലോസ്യ ലേഖനം 1:27 അത് മനുഷ്യന്റെ തലയ്ക്കകത്തല്ല, ഇല്ലെങ്കിൽ പുസ്തകത്തിനകത്തല്ല, ഒരു വിഗ്രഹത്തിന്റെ രൂപത്തിലുള്ളതല്ല, പിന്നെയോ നിന്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ദൈവമക്കളെ, ദൈവ പൈതൽ ഒരിക്കലും തെറ്റായ മാർഗത്തിൽ കടന്നു പോകുവാൻ കഴിയാത്ത എന്തെന്നറിയാമോ? ക്രിസ്തു ഹൃദയങ്ങളിൽ വസിക്കുന്നത് കൊണ്ടാ. ഒന്ന് കൊലോസ്യ ലേഖനം 1:27 വായിക്കും. കൊലോസ്യ ലേഖനം 1:27 അവിടെ പറയുന്നു, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത്. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നത് തന്നെ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുന്നത്. നോക്കിക്കോണേ, അപ്പൊ ക്രിസ്തുവിൽ തികഞ്ഞവനായി ഏത് മനുഷ്യനെയും എന്ത് ചെയ്യണം? ആ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. പാപത്തെ ഏറ്റുപറഞ്ഞൊരു ദൈവ പൈതൽ, മാനസാന്തരപ്പെട്ട ഒരു ദൈവ പൈതൽ ആദ്യം പിന്നീട് ചെയ്യേണ്ടത് എന്നറിയുമോ? ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വത്രം ഇരുത്തണം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഗലാത്യ ലേഖനം 4:6 പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണം. മാനസാന്തരപ്പെട്ട ദൈവത്തിന്റെ പൈതൽ എങ്ങനെയായിരിക്കണം? ഞാൻ പറഞ്ഞില്ലയോ, സ്നാനത്തിന്റെ ക്ലാസ്സിലേക്ക് ഞാൻ കടന്നു വരാം. അതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം ചെയ്യണം. ദൈവമക്കളെ, മാനസാന്തരപ്പെട്ട ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പാപത്തിന്റെ വഴിയിൽ നിന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം നമ്മൾ കാണുവാൻ കഴിയുന്നത് എന്താ? ഒരു 13 കൂട്ടം കുടിയേറ്റക്കാര് ഹൃദയത്തിലുണ്ട്. ഇപ്പോഴും ഈ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവ പൈതല് പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അസൂയ, കുശുമ്പ്, അല്ലേ, പക, പിണക്കം, ജാരസംഘ, ക്രോധം ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തില്? കോപമുണ്ടോ? അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തത്, ഇതൊക്കെ എന്ത് ചെയ്യുന്നറിയും? ഒരു ദൈവ പൈതൽ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഇല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോ ഗലാത്യ ലേഖനം 4:6 കൂടെ നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 4:6. നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രത്തിന്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു. നോക്കിക്കോണേ, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. അത് തന്നെയല്ല, 119-ാം സങ്കീർത്തനം 11-ാം വാക്യം പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഹരിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഒരു കാര്യമുണ്ട്. മാനസാന്തരപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതൽ യേശു ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ സ്ഥാപിക്കുമ്പോൾ, ഹൃദയത്തിൽ വസിക്കുമ്പോൾ, ഹൃദയത്തിലായിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ, പാപം ചെയ്യാതിരിക്കേണ്ടതിന് വചനത്തെ നിന്റെ ഹൃദയത്തിൽ സംഭരിക്കുമ്പോൾ, ഇതുവരെ കുടിയേറിയിരുന്ന ഈ 13 പേരെ ഇറക്കി വിട്ട് ഈ 3 പേരെ നിങ്ങളുടെ ഹൃദയത്തിൽ വെക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നു. ആരൊക്കെയാ 3 പേര്? ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ ആത്മാവ്, ദൈവവചനം. മനസ്സിലായോ? ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ വായിച്ചില്ലേ, മത്തായി 12:42-45. നമ്മള് പാപമെല്ലാം ഏറ്റുപറഞ്ഞു, വളരെ വിശുദ്ധിയോടെ എന്ത് ചെയ്തു? അത് സൂക്ഷിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയ ഈ ആൾക്കാരെല്ലാം കൂടെ തിരിച്ച് എന്ത് ചെയ്യും? അവിടെ ഇരിക്കാൻ വയ്യാത്തത് കൊണ്ട്, ഇല്ലെങ്കിൽ ലോകത്ത് പാർക്കാൻ വയ്യാത്തതുകൊണ്ട്
പിന്നെയും തിരിച്ച് ഹൃദയത്തിലേക്ക് കടന്നു വരും. അതിന് പകരമാണ് പറയുന്നത് 3 കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. 1, കർത്താവായ യേശു ക്രിസ്തുവിനെ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കണം. ഗലാത്യലേഖനം 4:6 പറയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വാഴണം. 3, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സംഹരിക്കണം. അതുകൊണ്ടാ നമ്മളൊരു ഒരു 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 തെറ്റിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കും. നീ ചെയ്യാൻ പോകുന്നത് തെറ്റാ, നിന്റെ കാല് പോകുന്നത് തെറ്റാ, നീ ദൈവത്തിന്റെ പാതയിലല്ല നടക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലെ എന്ത് ചെയ്യണം? തൻ്റെ ഹാല്യ സ്വത്രം ജീവിതത്തിൽ 3 പേരെ അവിടെ സ്ഥാപിക്കുവാൻ ഇടയാകണം. തൻ്റെ മുൻപാലെ ഇല്ലെങ്കിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞതിന് ശേഷം ദൈവപുത്രനായി ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു അനുഭവമായിരിക്കണം നമ്മുടെ ഇടയം. അതുകൊണ്ട് ഇത് വ്യക്തിപരമായ ഒരു മാറ്റമാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ടാണ് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 19-20 വാക്യങ്ങളൊന്ന് വായിച്ച്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം എന്നാൽ മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. മകൻ നീതിയും ന്യായവും പ്രവർത്തിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കും. അവൻ ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലായോ? മകൻ ഇപ്പം ഇല്ലെങ്കിൽ ഇപ്പൊ ജോഷയുടെ ജിമ്മി ബ്രദറിന്റെ പാപത്തെ മകൻ വഹിക്കേണ്ട, അത് ഇൻഡിവിജ്വലാ. അപ്പനോട് ചോദിക്കത്തില്ല മകന്റെ കാര്യം, മകനോട് ചോദിക്കത്തില്ല അപ്പന്റെ കാര്യം. അതുകൊണ്ട് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം തന്നെ പറയുന്നുണ്ട് 14-12 മുതൽ 14 വരെ നോഹ, ദാനിയേല്, ഇയ്യോബ്, ആ വാക്യങ്ങളോടൊന്ന് വായിച്ച്. യെഹെസ്കേൽ 14-ന്റെ 14-ാമത്തെ വാക്യം, 12 മുതൽ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിൽ ഉണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നോയിക്കോണേ, ഇത് ഇൻഡിവിജ്വൽ ആയിരിക്കണം മാനസാന്തരം എന്ന് പറയുന്നത്. നോഹയുണ്ട്, ദാനിയേലുണ്ട്, ഇയ്യോബുണ്ട്. അവര് നീതിമാന്മാരാ. അവര് ആ പട്ടണത്തിൽ ഉണ്ടായാൽ അവർ നീതിയോടെ ജീവിക്കുന്നത് കൊണ്ട്, അവർ നീതിമാന്മാരായതുകൊണ്ട് എന്ത് ചെയ്യണം? അവര് മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ. അതുകൊണ്ടാണ് നോഹയും കുടുംബവും രക്ഷിക്കപ്പെടുവാനിടയായത്. മനസ്സിലായോ? അവരല്ലാതെ, അതുകൊണ്ടാണ് പറഞ്ഞത് മാനസാന്തരപ്പെട്ടൊരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ച് ആ കാര്യങ്ങള്, ആ പട്ടണത്തിൽ നോഹയോ ദാനിയേലോ ഇയ്യോബോ ഉണ്ടായാൽ പോലും ആ നീതിമാന്മാരെ അവരല്ലാതെ ആ പട്ടണത്തിലുള്ളവർ രക്ഷിക്കപ്പെടുകയില്ല. ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തോണം. ഇന്ന് രാത്രിയില് ദൈവമക്കളെ, അതുകൊണ്ടാ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിൽ എന്നെ പുതുക്കണമേ എന്ന് പറയുന്നത്. ദൈവത്തിന് മക്കളെ, ഇത് നിർബന്ധത്താൽ ആവരുത്. പൗലോസ് ഫിലമോന്റെ ലേഖനത്തിൽ 14-ാമത്തെ വാക്യം പറയുന്നു, ഇത് നിർബന്ധത്താൽ ആവരുത്. മറ്റുള്ളവർ പറഞ്ഞ കുഞ്ഞുങ്ങളെ, നിങ്ങളോടൊരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങള് സ്നാനപ്പെടുന്നത് അത് നിർബന്ധത്താൽ ആവരുത്. ഇത് അറിയണം. ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന് ഉള്ളൊരു ബോധ്യം നിങ്ങളെ കൊണ്ടാവണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കുടിക്കൊള്ളും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ അവിടെ 3 കൂട്ടം ആൾക്കാർ മാത്രമേ ഉണ്ടാകുവാൻ പാടിയൂ. ഒരു ദൈവപുത്രൻ, കർത്താവായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ വചനം എന്നിവരെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഇരിക്കണം. സ്വയം മനസ്സാലെ പാപങ്ങളെ ഉപേക്ഷിച്ച്. അതുകൊണ്ടാ ഈ നമ്മള് നാമധേയ ക്രിസ്ത്യാനിയൊക്കെ ആയിരിക്കുന്ന, എനിക്കറിയത്തില്ല ക്രിസ്ത്യൊക്കെ ഓർത്തഡോക്സ് വിഭാഗത്തിലായിരുന്നു, ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഓർത്തഡോക്സ് വിഭാഗത്തിലായിരുന്നു. ഞങ്ങളെയൊക്കെ പണ്ട് പിന്നെ വിശ്വസിച്ച്, അതായത് ദൈവത്തിന്റെ വചനം വായിച്ച് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തു? വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? പണ്ട് ഇങ്ങനെ പറയുമായിരുന്നു, നമ്മൾ തലതൊട്ടപ്പൻ എന്ന് പറയുമായിരുന്നു.
എനിക്കറിയത്തില്ല, ബോബൻ ബ്രദറിന്റെ ഒക്കെ നിങ്ങൾ പിന്നെ ഇതല്ലായിരുന്നോ, CSI. CSIയിൽ അങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ പിന്നെ ഇങ്ങനെ പറയത്തില്ലായിരുന്നോ, എന്തുവാ, സാത്താനെ ഉപേക്ഷിച്ച് മശികയെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് തലതൊട്ടപ്പൻ ഉണ്ടായിരുന്നു. ഉണ്ട്. അത് ആരാ? എന്നെ എടുത്തോണ്ട്, ഇല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്തോണ്ട് പറയുക, സാത്താനെ ഉപേക്ഷിച്ച് മശികയെ ഞാൻ സ്വീകരിക്കുന്നു. ഈ അപ്പം കള്ളും കുടിച്ച് ബീഡിയും വലിച്ച് ഇതും നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അന്നത്തെ കാലത്ത് വേറൊരു ഒരു തലമായിരുന്നു. ആ ആൾ എടുത്തോണ്ടാണ് പറയുന്നത്, സാത്താനെ ഉപേക്ഷിച്ച് ഞാൻ മശിയെ സ്വീകരിക്കുന്നു. മനസ്സിലായോ? പക്ഷെ ദൈവവചനം പറയുന്നു, വിശ്വസിക്കുന്നവർക്കാണ് സ്നാനപ്പെടുന്നത്, രക്ഷയുണ്ടാകുന്നത്. വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടുമെന്നാണ് പറയുന്നത്. എന്താ വിശ്വസിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ കടന്നു വന്നു, എന്റെ പാപത്തിനു വേണ്ടി അവസാന തുള്ളി, നാം പറഞ്ഞില്ലയോ, 1 യോഹന്നാൻ 1:7 നമ്മൾ വായിച്ചില്ലേ? അവിടെ വായിച്ച എന്താ? നമ്മള് അവന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സ്വയം മനസ്സാലെ പാപങ്ങളെ ഉപേക്ഷിച്ച് മശിയെ നമുക്ക് കൈക്കൊള്ളണം. കർത്താവിനെ നമ്മൾ ഏറ്റുപറഞ്ഞ്, ഇപ്പൊ മനസാന്തരം എന്ന് പറയുന്നത് എന്താണ്? പാപത്തിനുള്ള ബന്ധത്തിൽ നിന്ന് മാറ്റി ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന അനുഭവത്തെയാണ് മാനസാന്തരം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മാനസാന്തരത്തിന്റെ ലക്ഷണമുണ്ട്. എന്തുവാ മാനസാന്തരത്തിന്റെ ലക്ഷണം? അവരുടെ വേഷത്തില്, വിധാനത്തില്, അലങ്കാരത്തില് ഒരു പരിവർത്തനം ഉണ്ടാകും. ഈ പഴയ നിയമം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഒരു ആത്മീക ഉണർവ് യാക്കോബിന്റെ ഭവനത്തിൽ, കുടുംബത്തിൽ ഉണ്ടായപ്പോൾ ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒന്ന് വായിച്ച്, ഉൽപ്പത്തി പുസ്തകം 35-ാമത്തെ മാനസാന്തരത്തിന്റെ ലക്ഷണങ്ങൾ പഴയ നിയമകാലത്ത് തന്നെ നമുക്ക് കാണുന്നത്. അവിടെ ഒരു വലിയ പരിവർത്തനം ഉണ്ടാകാൻ പോയപ്പോ അവിടെ കാണുന്നത് 2-ാം വാക്യം, അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും ഇടയിലുള്ള നിങ്ങളുടെ അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവീൻ. അങ്ങനെയാണെങ്കിൽ എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടി ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ യാഗപീഠം പണിയുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള എല്ലാ അന്യ ദേവി വിഗ്രഹങ്ങളും കാതുകളിലെ കുണുക്കുകൾ യാക്കോബിന്റെ പക്കൽ കൊടുത്തു. നോക്കിയേ, അവിടെ ഒരു മാറ്റം നമുക്ക് കാണുവാൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവാൻ അവിടെ യാക്കോബ് തന്റെ കുടുംബത്തോട് പറയുകയാണ്. ഒരു ശുദ്ധീകരണം നമുക്ക് അവിടെ കാണും. ഒരു സപ്പറേഷൻ നമുക്കുണ്ടാകണം. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്കൊരു സപ്പറേഷൻ ഉണ്ടാകണം. പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് ദൈവിക സംസർഗം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രൈഡിനെ, അതായത് പുറപ്പാട് പുസ്തകം 33-ന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്ന, എന്ത് ചെയ്തു? ഇസ്രായേൽ ജനം പൊൻകാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിന്റെ മുമ്പിൽ നമസ്കരിച്ച് ശിക്ഷണ നടപടികളൊക്കെ ഉണ്ടായി. ആ ജനത്തെക്കുറിച്ച് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, പുറപ്പാട് പുസ്തകം 33. ഇത് പഴയ നിയമകാലത്തിലെ കുറിച്ചാണ് നമുക്ക് കാണുന്നത്, അല്ലേ? പുറപ്പാട് പുസ്തകം 33-ന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീ മിസ്രയീം ദേശത്ത് നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവിൻ. ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. കനാന്യർ, അമോര്യർ, ഹിത്യർ, പെരിസ്യർ, ഹിവ്യർ, എബൂസ്യർ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല. നീ ദുശ്ശാഠ്യമുള്ള ജനമാകുന്നു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു, ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല. നിങ്ങൾ ദുശ്ശാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഒരു നിമിഷം നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ജീവിതത്തിന്റെ മാറ്റങ്ങൾ, തങ്ങളെ തന്നെ യാക്കോബ് പറയാൻ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. പഴയ നിയമത്തിലാണെന്ന് നോക്കണം. അന്നത്തെ കാലഘട്ടത്തിൽ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്ന, പുതിയ നിയമത്തിൽ സ്ത്രീകളുടെ അലങ്കാരം എന്ന് പറയുന്നത്
പറയുന്നുണ്ട്. അപ്പൊ മാനസാന്തരപ്പെട്ട ഒരു ജീവിതത്തിലെ ചില ലക്ഷണങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ പറഞ്ഞിട്ടല്ല അത് ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? ഏറ്റവും വലിയ വാഹനം, ഏറ്റവും വലിയ നമ്മൾ ആഭരണം എല്ലാം ഉപേക്ഷിച്ച്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചിന്റെ വില 10,000 റുപ്പീസ് ആയിരിക്കും, 10,000 യൂറോ ആയിരിക്കും, അല്ലേ? നമ്മൾ പല കാര്യങ്ങളും ഉപേക്ഷിച്ചു. എന്നാൽ നമ്മൾ അതിനെക്കാട്ടി വലിയതാണ് നമ്മൾ കൈക്കൊണ്ട് നടക്കുന്നത്, അല്ലേ? അപ്പോ അതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വേറൊരു രീതിയിലേ നമുക്കത് ചിന്തിക്കുവാനൊക്കത്തുള്ളൂ. 1 തിമോത്തി 2-ന്റെ 2-ാം അധ്യായത്തില് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവമക്കളെ, മാനസാന്തരത്തിന്റെ ഫലങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് 1 തിമോത്തി 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്തുവാ? ദുർനടപ്പ് അല്ല, 1 തിമോത്തി 2-ന്റെ 9-10. സ്ത്രീകൾ ലജ്ജാശീലത്തോടും സുബോധത്തോടും യോഗ്യമായ വസ്ത്രം ചെയ്യണം. യോഗ്യമായ വസ്ത്രം ചെയ്യണമെന്നാ പറഞ്ഞ്. സുബോധത്തോടെ, ലജ്ജാശീലത്തോടെ, പിന്നെ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാം വണ്ണം സൽപ്രവർത്തികളെ കൊണ്ടാണ് നിങ്ങൾ അലങ്കരിക്കേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന പൗലോസ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ കൂടെ പറയുന്നത്, അല്ലേ? ഇപ്പോഴത്തെ കാര്യത്തിൽ എങ്ങനെ ആയിത്തീരും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി, എനിക്കറിയത്തില്ല. ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ഉള്ളത് ഞാൻ പറയുകയാണെന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ് ഹൃദയത്തിന്റെ അകത്തുണ്ടായിരിക്കുന്നത്, അതാണ് നമ്മുടെ പുറത്തുണ്ടാകുന്നത്. നമ്മുടെ പ്രൈഡിന് എന്തോ കാണിക്കുന്നത്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം ഇവിടെ പിന്നെ ക്രീമൊക്കെ ഉപയോഗിക്കാതെ ഒക്കത്തില്ല. കാരണം പണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പൗഡറൊക്കെ ഇടുമായിരുന്നു, ഇല്ലയോ? നമ്മുടെ സൗന്ദര്യമൊക്കെ ഒന്ന് മാറ്റാൻ പൗഡർ ഇടുമായിരുന്നു. ഇപ്പൊ പൗഡറൊന്നും ആരും ഇടത്തില്ല. നമുക്കിവിടെ ക്രീം ഇടാതിരിക്കാൻ ഒക്കത്തില്ല, കാരണം ഇവിടെ മോയ്സ്ചറൈസ് ആവശ്യമാണ്, അല്ലേ? അത് അങ്ങനെയുള്ള ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. എന്നാൽ നമ്മളെ കൊണ്ട് അലങ്കരിക്കേണ്ടത് എന്താണെന്നറിയുമോ? സൽപ്രവർത്തികളെ കൊണ്ട് അലങ്കരിക്കണം, അല്ലേ? ഈ പുതിയ നിയമത്തിന്റെ ആ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ വളരെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ. 1 പത്രോസ് 3-ാം അധ്യായം, മാനസാന്തരത്തിന്റെ ലക്ഷണങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, കേട്ടോ. 1 പത്രോസ് 3-ന്റെ 3 മുതൽ കർത്താവിനേക്കാൾ കൂടുതൽ വിലയായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവരുത്. മനസ്സിലായോ? നമ്മുടെ ഈ ജീവിതത്തിലെ 1 പത്രോസ് 3-ാം അധ്യായം അതിന് 3 മുതൽ, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നത്, പൊന്നണിയുന്നത്, വിശേഷ വസ്ത്രം ധരിക്കുന്നത്, ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും ശാന്തതയുള്ള മനസ്സ് എന്ന അനശ്വരമായ ഹൃദയത്തിന്റെ ആന്തരിക മനുഷ്യൻ തന്നെ ആയിരിക്കണം. നോക്കണേ, ആന്തരിക മനുഷ്യൻ എങ്ങനെയായിരിക്കുന്നുവോ അത് പുറത്തു വരുവാനിടയാകണം. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വിശ്വസ സ്ത്രീകളെ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാര് കീഴടങ്ങിയിരിക്കുന്നത്. യഥാർത്ഥ മാനസാന്തരം ഒരു കൃത്രിമ അലങ്കാരമല്ല. മീശ പഠിച്ചതുകൊണ്ടോ ഇല്ലെങ്കിൽ വെള്ളവസ്ത്രം ധരിച്ചതുകൊണ്ടോ ഒരുവൻ വിശുദ്ധനാവത്തില്ല. വിശുദ്ധി അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ അനുഭവമാണ് നമ്മുടെ പുറത്ത് വരുന്നത്. എന്താണോ അകത്തുള്ളത് അത് പുറത്തുണ്ടാകും. മീശ പിടിച്ചു നല്ല വെള്ളവസ്ത്രം ഇട്ട് കറുത്ത വാൻ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഭയങ്കര വിശുദ്ധനാണെന്നാണ്. അവന്റെ അകത്തുള്ള ദുശ്ചിന്തയും പകയും പിണക്കവും ജാരശങ്കയും ഇതൊക്കെ വെച്ചോണ്ട് നീ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ, അതുകൊണ്ടാണ് പുതിയ നിയമത്തിന്റെ ആദ്യത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം പറയുന്നു, മാനസാന്തരത്തിന്റെ യോഗ്യമായ ഫലം നിങ്ങൾ കായ്ക്കണം, ഇല്ലെങ്കിൽ ഞാൻ വെട്ടി തീയിലിട്ട് നശിപ്പിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. മാനസാന്തരം വലിയൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ദൈവമക്കളെ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ യഥാർത്ഥമായ ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ, കർത്താവിന്റെ
വിശുദ്ധ കൽപ്പനയനുസരിച്ച് നാം ജീവിക്കണമെങ്കിൽ ആചാരങ്ങൾക്ക് പിന്നാലെ പോകാതെ നിങ്ങളുടെ പ്രവൃത്തി അറിയുന്നു. അതുകൊണ്ടാ ദൈവസഭ ഇല്ലെങ്കിൽ റെവലേഷനിൽ കർത്താവ് സഭകളിൽ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുപോയത് ഞാൻ അറിയുന്നു. നിങ്ങൾ മടങ്ങി വന്നാൽ, നിങ്ങൾ മടങ്ങി വരണമെന്ന 3-4 വെളിപ്പാട് പുസ്തകം 3-4 അധ്യായത്തില് എന്ത് ചെയ്യണം? അവിടെ കാണുവാൻ കഴിയുന്നത് നിങ്ങളുടെ ആ മടങ്ങി വരവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇന്ന് രാത്രിയിൽ ഓർത്തോണം, മാനസാന്തരവും വീണ്ടും ജനവും നമുക്ക് പിന്നീട് പഠിക്കുവാനിടയാകട്ടെ. ഇന്ന് രാത്രിയിൽ ഓർക്കണം, ഒരു പാപി തന്റെ പാപത്തിന്റെ വഴികളിൽ നിന്ന് വിട്ടു നടപ്പാൻ തീരുമാനിക്കുകയും, വീണ്ടും ജനനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നവൻ പുതിയ ജീവിതത്തിൽ പ്രവേശിക്കുവാനിടയാകുന്നു. ഈ അവസ്ഥയായി യോഹന്നാൻ 3:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങള് നമുക്കൊന്ന് വായിക്കാം. ഒരു പാപി തന്റെ പാപ വഴികളെ വിട്ട് തന്റെ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് വീണ്ടും ജനനമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങള് നമ്മൾ വായിക്കുമ്പോൾ പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദെമോസ് എന്ന പേരിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ല എങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതിയതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. നോയിക്കോണേ, അവിടെ പറയുന്നു, ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയത്തില്ല. നോയിക്കോണേ, ഒന്ന് കാണണമെങ്കിൽ പോലും വീണ്ടും ജനിക്കണം. അടുത്ത എന്താ പറയുന്നത്? ആമീൻ ആമീൻ, ഞാൻ പറയുന്നു, വെള്ളത്താലും ആത്മാവിലാലും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് അത് കടപ്പാൻ കഴിയത്തില്ല. നോക്കണം. അപ്പോ വീണ്ടും ജനിക്കുന്ന അനുഭവത്തെ കുറിച്ച് അവിടെ കാണുവാൻ കഴിയുന്നല്ലേ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. കാരണം സ്നാനത്തിന്റെ ക്ലാസ്സിന് മുമ്പാകെ ഇത് എടുത്തിട്ട് വേണം നമ്മൾ സ്നാനപ്പെടാൻ. കാരണം എന്താണെന്നറിയാമോ ദൈവമക്കളെ, ഈ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവൻ പിന്നെ ജീവിതത്തിൽ നടക്കുന്നത് ക്രിസ്തുവിൽ അനുസരിച്ച് നടക്കുന്ന ഒരു ജീവിതം. അവന്റെ 5:17 ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതിയതായി തീർത്തിരിക്കുന്നു. നോയിക്കോണേ, മുമ്പേ നമ്മൾ വായിച്ചില്ലേ, എന്തോ കഴിഞ്ഞ ദിവസം നമ്മൾ മുമ്പേ അറിഞ്ഞ്, പണ്ട് കൊച്ചുനാളില് ഒരാൾ എഴുത്തിട്ട് പറഞ്ഞു, സാത്താനെ ഉപേക്ഷിച്ച് മശിയെ സ്വീകരിക്കുന്നു. ആ കുഞ്ഞിന് അതിനെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇത് അവൻ പുതിയതായി തീർന്നു. ഇത് മുഴുവൻ എന്തെന്നറിയാമോ, നമ്മളെ മുഴുവനും പുതിയതാക്കി തീർക്കുന്ന ഒരു പ്രക്രിയ. നമുക്കറിയാം, ഒരു പൂച്ചയെ വെള്ളത്തിലിട്ട് വളർത്താൻ നോക്കുമോ? പൂച്ച വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്തോ ചെയ്യും? അത് ചാടി കരയ്ക്ക് കയറും. അതേസമയം ഒരു മത്സ്യത്തിനെ വെള്ളത്തിൽ നിന്ന് കരയ്ക്കിട്ടാലോ? മത്സ്യം എപ്പോഴും വെള്ളത്തിൽ കിടക്കാനേ ആഗ്രഹിക്കത്തുള്ളൂ, അല്ലയോ? ഇതുപോലെയാണ് മനുഷ്യന് സാധാരണ മാതാപിതാക്കളിൽ നിന്ന് ജനനം ഈ ഭൂമിയിൽ കൊണ്ടുവരുവാനിടയായി. എന്നാൽ സ്വർഗരാജ്യത്തിൽ പാർക്കണമെങ്കിൽ സ്വർഗസ്നായ പിതാവിൽ വീണ്ടും ജനിക്കണം.
ഇപ്പോ പുതിയ നിയമ നാം ഇപ്പൊ ചിന്തിച്ച എന്താ, പുതിയ നിയമ സഭയിലേക്ക് പ്രവേശനത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആദ്യ പടിയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരത്തെ അനുഭവത്തെ തുടർന്ന് ഒരു വിശ്വാസിയെ എന്ത് ചെയ്യണം? ഉടനെ സ്വീകരിക്കേണ്ടത് യേശു ക്രിസ്തുവിന്റെ ശരീരത്തോട് ഏകീഭവിക്കേണ്ടത് ആവശ്യമാണ്, ഇല്ലേ? സ്തോത്രം. ഒരു കുട്ടിയുടെ ജനനം ഒരിക്കലാണ് നടക്കുന്നത്, അല്ലാതെ ഓരോ ദിവസവും ഓരോ അവയവം പുറത്തു വരികയല്ല, ഇല്ലയോ? ഒരു ദിവസം കൊണ്ട് അത് പുറത്തു വരിക. അതുപോലാണ് വീണ്ടും ജനനവും ഒരിക്കലായി നടക്കുന്നു. പല നാളുകളായി വീണ്ടും ജനിക്കുന്നില്ല. മനസ്സിലായോ ഇന്ന് രാത്രി ദൈവമക്കളെ? അതുകൊണ്ട് വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ, അത് നമുക്കറിയാം. അതുപോലെ ഈ വീണ്ടും ജനിച്ച ദൈവ പൈതലിന് ഒരു വളർച്ച ആവശ്യമാണ്. ജനിച്ച കുഞ്ഞിന് വളർച്ച ആവശ്യം എന്തോ? കോഴിമുട്ടയും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ വളരെ ആഹാരം കൊടുത്ത് അത് വളരും. അതുപോലെയാ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന് ഒരു വളർച്ച ആവശ്യമാണ്. അത് തന്നെയല്ല, വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച 5 ലക്ഷണങ്ങൾ യോഹന്നാന്റെ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ ലേഖനം പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, വീണ്ടും ജനിച്ച 5 ലക്ഷണം. വീണ്ടും ജനിച്ചവന്റെ 5 ലക്ഷണങ്ങൾ. ഇന്ന് ഞാൻ ഈ മാനസാന്തരവും രക്ഷയെക്കുറിച്ച് മാത്രമേ, രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് നാളെ, രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുന്ന അടുത്ത ആഴ്ച നമുക്ക് ക്ലാസ് എടുക്കാം. ഇന്ന് മാനസാന്തരത്തെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞു. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരവും വീണ്ടും ജനനവും. നമുക്കറിയാം, വീണ്ടും ജനിച്ചവന്റെ 5 ലക്ഷണങ്ങളോട് പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. വീണ്ടും ജനിച്ചവന്റെ 5 ലക്ഷണങ്ങൾ എല്ലാം എവിടെ കാണുന്നതെന്ന് അറിയാമോ? അത് നമ്മുടെ മനസ്സിൽ ഓർത്തു വെച്ചോണം. 1 യോഹന്നാൻ അധ്യായത്തിലാണ് ഇതെല്ലാം കാണുന്നത്. 1 യോഹന്നാൻ 5:18 നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 5:18 ഒന്ന് വായിച്ചേ. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ തന്നെത്താൻ സൂക്ഷിക്കുന്നു. എന്ത് ചെയ്തു? വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ അവൻ പാപം ചെയ്യുന്നില്ല. അവൻ ആരാ? ഞാനല്ല സൂക്ഷിക്കുന്നത്, തന്നെത്താൻ സൂക്ഷിക്കണം. അപ്പനല്ല, അമ്മയല്ല, അവൻ തന്നെത്താനെ. 5 ലക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത്. 1, സ്വയം സൂക്ഷിക്കുന്നു. 2, 1 യോഹന്നാൻ 3:9 വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. നോക്കിക്കോണേ, ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യില്ല, പാപത്തെ വെറുക്കുന്നു. ഇനിയും 1 യോഹന്നാൻ 5:4. ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ഇനിയും 1 യോഹന്നാൻ 2:29 വാക്യം ഒന്ന് വായിച്ചേ. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. 29 വാക്യം. അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. 1, സ്വയം സൂക്ഷിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവനെല്ലാം എന്ത് ചെയ്യണം? സ്വയം സൂക്ഷിക്കണം. 2, പാപത്തെ വെറുക്കുന്നു. 3, ലോകത്തെ അവൻ ജയിക്കുന്നു. 4, നീതിയെ ഇഷ്ടപ്പെടുന്നു. 5, 1 യോഹന്നാൻ 3:14 പറയുന്നു, സഹോദരനെ ഇഷ്ടപ്പെടുന്നു. അല്ലേ? നാം മരണപ്പെട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? സഹോദരനെ ഇഷ്ടപ്പെടുന്നു. 5 കാര്യം, വീണ്ടും ജനിച്ചവന്റെ 5 ലക്ഷണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. വീണ്ടും ജനിച്ചവന്റെ മനസാന്തരത്തിന്റെ ലക്ഷണം ഞാൻ കാണുന്നു. ഞാൻ പറഞ്ഞു, പുറമേ ഉള്ളതല്ല, പുറമേ ഉള്ളതല്ല, അകത്തെന്തുണ്ടോ അത് നമ്മുടെ പുറത്ത് കാണും. മനസ്സിലായോ? 2, വീണ്ടും ജനിച്ച എന്ത് ചെയ്യണം? 5 ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു. സ്വയത്തെ സൂക്ഷിക്കുന്നു, പാപത്തെ വെറുക്കുന്നു, ലോകത്തെ ജയിക്കുന്നു, നീതിയെ ഇഷ്ടപ്പെടുന്നു, സഹോദരനെ ഇഷ്ടപ്പെടുന്നു. വീണ്ടും ജനിച്ചവൻ എന്ത് ചെയ്യണമെന്നറിയാമോ? അവൻ മായമില്ലാത്ത പാല് കുടിച്ച് വളരേണ്ടതെന്ന്
അപ്പോസ്തലനായ പത്രോസും ഓർമ്മപ്പെടുന്നു. ഒന്ന് പത്രോസ് 2:1-3 വരെയുള്ള വാക്യങ്ങൾ. വീണ്ടും ജനിച്ചൊരു ദൈവവൈതലിനെ സംബന്ധിച്ച് മായമില്ലാത്ത പാൽ കുടിച്ച്, മായമില്ലാത്ത വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് അവൻ എന്ത് ചെയ്തു? ഓരോ ദിവസവും വളരുന്നു. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഓർക്കണം ദൈവമക്കളെ, മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന, ഇല്ലെങ്കിൽ ആ പാപത്തിൽ നിന്ന്, പാപമായ മനുഷ്യൻ നിന്ന്, പാപത്തിൽ നിന്ന് ഇല്ലെങ്കിൽ മാറ്റം സംഭവിച്ച് ദൈവത്തിലേക്ക് കടന്നു വരുന്നു. പാപം നമ്മൾ ഉപേക്ഷിച്ചു, പക്ഷെ ദൈവത്തിലേക്ക് കടന്നു വന്നില്ല എങ്കിൽ മാനസാന്തരം സംഭവിക്കുന്നില്ല. അനേക നീതിമാന്മാരെ നമുക്ക് ലോകത്ത് കാണുവാൻ കഴിയും, പക്ഷെ അവരാരും യേശുക്രിസ്തുവിനെ അവരുടെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല. അവർ വീണ്ടും ജനിച്ചിട്ടില്ല, അല്ലേ? അനേകരെ നമുക്ക് കാണുവാൻ, ഒരുപാട് പേര്. ബിൽഗേറ്റ്സിനെ നിങ്ങൾ നോക്കിയേ, അംബാനിയെ നോക്കിയേ, അവരൊക്കെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരാരും, ഒരു പാപി തന്റെ പാപ വഴികളെ വിട്ടുതിരിഞ്ഞ് തീരുമാനിക്കുകയും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നവനാണ് ആദ്യത്തെ പടിയാ. സ്നാനത്തിന്റെ ആദ്യത്തെ പടിയാണ് മാനസാന്തരം, പിന്നെ രക്ഷ, പിന്നെ സ്നാനം. സ്നാനം എന്താണെന്ന് അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാൻ നോക്കും. ഇതൊരു ബേസാ. കാരണം എന്താണെന്നറിയാമോ ദൈവമക്കളെ, നമ്മള് രക്ഷിക്കപ്പെടുവാൻ, രക്ഷയിലേക്ക് കടന്നു വന്ന ഒരു ദൈവ പൈതലിന്റെ കംപ്ലീറ്റ് മാറ്റം, ഒരുവൻ ക്രിസ്തുവിലായാൽ, ക്രിസ്തുവിലാകുന്നതാണ് രക്ഷയിലേക്ക് വരുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, ന്യൂ ക്രിയേഷനാണ്. പാപം അവന്റെ ജീവിതത്തിൽ ഇല്ല. മനസ്സിലായോ? നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞ് നാം പോകണം. നാം ചെയ്യുന്ന പാതകൾ, നാം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവഹിതമാണോ? ഞാൻ പോകുന്ന സ്ഥലം, എൻ്റെ കർത്താവ്, ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. എൻ്റെ കർത്താവിനെ വഹിച്ചുകൊണ്ട് ഞാൻ നടക്കുമ്പോൾ ഞാൻ ആ പോകുന്ന സ്ഥലം ദൈവത്തിന് പോകാൻ പറ്റിയ സ്ഥലമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. നാം പോകുന്ന പാർട്ടി ദൈവത്തിന് പോകാൻ പറ്റുമോ? ഒരു ദൈവവൈതല്ല. ഇപ്പൊ ചില പാർട്ടികളിലൊക്കെ നമ്മൾ പോകില്ലയോ? നമ്മുടെ പിള്ളേരൊക്കെ ചിലപ്പോ അവിടെ പോകുമ്പോഴാണ് പറയുന്നത്, നിന്റെ കൂട്ടുകാരൻ കാണും, അന്നേരം പറയും ഒരു ശകലം മദ്യപിക്കുക, ഒരു ഇച്ചിരിയും മതി. പാപം എന്ന് പറയുന്നത് അത് ചെറുതായാലും, ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഒരു വലിയ എക്സാമ്പിൾ ഒരു ദിവസം ഒരു ദേവദാസൻ പറയുണ്ടായി. നമ്മളൊരു കേക്ക് ഉണ്ടാക്കി. ഇപ്പം നോയലിന് മമ്മി ഒരു കേക്ക് ഉണ്ടാക്കി കൊടുത്തെന്ന് വിചാരിച്ചു. മമ്മി പറയാ, നല്ല കേക്കാണ്, മുട്ടയുണ്ട്, എല്ലാം നല്ല സാധനങ്ങൾ ഇട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഞാൻ അതിനകത്തൊരു ചെറിയ ഒരു പട്ടിക്കാഷ്ടം ഇട്ടിട്ടുണ്ട്. നോയൽ തിന്നുമോ? കേക്ക് നല്ലതാ, പക്ഷെ അതിനകത്ത് ഞാനൊരു ഇച്ചിരിയേ ഉള്ളൂ, ഒരു പിഞ്ച്, ഒരു ചെറുത്. അതുപോലെ ഈ പാപം എന്ന് പറയുന്നത്, എത്ര നീതി ഉണ്ടായാലും ചെറിയ നമുക്ക് ഇപ്പോൾ ഉണ്ടെന്നറിയാം. ഇപ്പോഴത്തെ പാപം എല്ലാം പാപത്തെ അങ്ങ് ലഘൂകരിച്ച് പാപമാണ്, എല്ലാം ലഘൂകരിക്കും. അതായത് അത് ചെറിയ പാപം, അത് ദൈവം ക്ഷമിക്കും. പാപം ചെറുതെന്നോ വലുതെന്നോ ഇല്ല, പാപം പാപമാണ്. അത് കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങളെ മാതാപിതാക്കളെ അനുസരിക്കുന്നത്, നിങ്ങളെ മാതാപിതാക്കൾ ഇല്ലാത്തപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടൊന്നുമല്ല, നിങ്ങൾക്ക് ഒരുപാട് പാപം ചെയ്യാനുള്ള ഒരുപാട്, നിങ്ങൾ വലയിലാകപ്പെട്ട ആൾക്കാരാ. മനസ്സിലായോ? ഇല്ല, വെബ് എന്ന് പറയുന്ന വലയില്ലയോ? നിങ്ങൾ വലയിലാകപ്പെട്ടവരാ. വലയിലാകപ്പെട്ട ചില പ്രാണികളുണ്ട്, നമുക്കറിയാം. ഈ ചെലന്തി വലയില്ലയോ? ചെലന്തി വലയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നെ അതിനെ പിടികൂടും. നമ്മൾ വലയിലാകപ്പെട്ടതാ. ലോകം എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലാണ്. പണ്ട് നമുക്ക് ഇപ്പം സംസാരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇപ്പൊ ഒരാളെ ഹേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സംസാരിക്കും. നമ്മൾ ചീത്ത വിളിക്കുക അല്ലയോ? ഇപ്പൊ ചീത്ത വിളിക്കണ്ട, ചുമ്മാ ടൈപ്പ് ചെയ്താൽ മതി. കൈകൊണ്ട് നിന്റെ വിരലിനെ അഭ്യാസം അല്ലേ? ടൈപ്പ് ചെയ്ത് 4 ചീത്ത വിളിച്ചാൽ
അതിനെക്കാട്ടി വലിയ ഹൃദയവേദനയാണ് നമുക്ക് ഉണ്ടാകുന്നത്. നമ്മൾ മുമ്പേ നിന്ന് സംസാരിക്കുമ്പോൾ അത്രയും ഹൃദയവേദന ഉണ്ടാകത്തില്ല. ഇത് മുഴുവൻ ഡോക്യുമെന്റ് ആയിട്ട് കിടക്കും, എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഹൃദയ പരിച്ഛേദന നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് ദൈവമക്കളെ സ്നാനപ്പെടുകയാണെങ്കിൽ നമുക്കൊരു പൂർണ്ണ സമർപ്പണം വേണം. ഒരു പൂർണ്ണമായിട്ട് ദൈവഹിതമുള്ള ദൈവ പൈതലായിട്ട് വളരണം. അങ്ങനെ വളരുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ക്രിസ്തീയ ജീവിതം ഇത്രത്തോളം നല്ലൊരു ജീവിതം, അതുപോലൊരു ജീവിതം നയിക്കാൻ ലോകത്ത് ആർക്കും കഴിയത്തില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവമക്കളെ അതുപോലൊരു ജീവിതം ഇത്ര സമാധാനവും സന്തോഷവും. നമുക്ക് ചിലപ്പോൾ പ്രതിസന്ധികൾ വരാം, പ്രശ്നങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം. പക്ഷെ കർത്താവ് അതിന് വഴിയൊരുക്കുന്ന കർത്താവാണ്. കർത്താവ് നമുക്ക് വേണ്ടി നല്ലതൊരുക്കുന്ന കർത്താവാണ്. നമ്മളെ നല്ലതുപോലെ നടത്തുന്ന കർത്താവാണ്. ഇന്ന് രാത്രി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. മാനസാന്തരത്തിന്റെ യോഗ്യമായ ഫലം കായ്ച്ച യോഹന്നാൻ പറയുകയാണ്, മാനസാന്തരത്തിന്റെ യോഗ്യമായ ഫലം കായ്ച്ചില്ല എങ്കിൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവമക്കളെ ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതത്തിൽ ഇതുവരെ ഞാൻ കടന്നുപോയ അനുഭവത്തിൽ കൂടെയല്ല, ഞാനൊരു പുതിയ ജീവിതം നയിച്ച് ക്രിസ്തുവിലേക്ക് ഞാൻ കടന്നു വരുന്നു. എന്നെ കാണുന്നൊരു കർത്താവുണ്ട്. എൻ്റെ അപ്പനേക്കാൾ, എൻ്റെ അമ്മയേക്കാൾ എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ സഹോദരനേക്കാൾ, എൻ്റെ സഹോദരിയേക്കാൾ, എൻ്റെ പ്രിയപ്പെട്ടവരെക്കാൾ എന്നെ സ്നേഹിക്കുന്ന, എന്നെ നല്ലതുപോലെ നടത്തുന്ന, എന്നെ നല്ലതുപോലെ അറിയുന്ന ഒരു കർത്താവിൻ്റെ പാദപീഠത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഈ ക്രിസ്തീയ ജീവിതം കൊണ്ട് സൗഭാഗ്യമായൊരു ജീവിതം അതെത്ര വർണ്ണിച്ചാലും നമുക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്കൊരു സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധി സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങൾ ആയിരിക്കുന്നത് നിന്റെ കൃപയാലാണ് രക്ഷിക്കുക. ഈ ലോകത്ത് ഒരുപാട് PhD-കാരുണ്ട്, ഒരുപാട് പഠിച്ചവരുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ലഭിക്കാത്തൊരു കൃപ നിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിങ്ങളെ ഓർമ്മിപ്പിച്ചുവെങ്കിൽ, സ്നാനപ്പെടണമെന്ന് നിങ്ങൾക്കൊരു സമർപ്പണം ഉണ്ടായെങ്കിൽ, ദൈവമക്കളെ അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ടാണ്. ലോകത്ത് ആർക്കും പറയാൻ കഴിയത്തില്ല, ആർക്കും ചെയ്യുവാൻ തരാൻ കഴിയാത്ത സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ തരും. ഇന്ന് രാത്രി അതുകൊണ്ട് ദൈവസന്നിധി നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. വരുന്ന ദിവസങ്ങളിലെ സ്നാനം എന്താണെന്നും കൂടെ നമുക്ക് പഠിക്കാം. സ്നാനം എന്തിനു വേണ്ടിയാണ്, സ്നാനപ്പെടേണ്ടത് ആരാണെന്നൊക്കെ നമുക്ക് പഠിക്കാം. എന്താണ് സുവിശേഷം എന്ന് നമുക്കൊന്ന് പഠിക്കണം. കാരണം അതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് യഥാർത്ഥമായി ക്രിസ്തീയ ജീവിതം ഒരു നല്ല ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്നൊക്കെ പാടാൻ പറ്റും. പക്ഷെ അത് മനസ്സിലാക്കി പാടണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വചനത്തിൽ കൂടെ നമ്മൾ ഒരു ഫൗണ്ടേഷൻ ഉണ്ടായാൽ നമുക്ക് എത്ര കാറ്റോ കോളോ പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നമ്മെ നിലനിർത്തുന്ന ഒരു ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടി ഉണ്ടാകും. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവദിനത്തിലൂടെ ദൈവദാസൻ നമ്മളോട്